ഇനി പറയേണ്ടത് ധനുവാണ്. മൂലം നക്ഷത്രം, മൂലം പൂരാടം, ഉത്രാടത്തിൽ കാല്, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് കുജൻ 4-ലാണ്. അതുപോലെ തന്നെ ശനി, സൂര്യൻ ഇതൊക്കെ 4-ാം ഭാവത്തിലാണ്. പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ അശാന്തി പൊതുവെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വീട് സംബന്ധിച്ച് ഉള്ള ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുക, വീട് വിൽക്കണം എന്നാലോചിക്കുകയോ, അല്ലെങ്കിൽ വീടൊന്ന് മാറണം, അല്ലെങ്കിൽ അതിനൊന്ന് ഒരു നൂതനത്വം വരുത്തണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാവുന്ന ഒരു കാലമാണ്. വാഹന സംബന്ധമായിട്ടും അത്ര അനുകൂലമല്ല. ചില വാഹനത്തിന് കേടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ലോൺ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് പ്രതീക്ഷിതമായിട്ടുള്ള ചിലവും ഇത് സംബന്ധിച്ച്, വീട്, വാഹനം മുതലായവ സംബന്ധിച്ച് അതിൻ്റെ പേരിൽ അത് നവീകരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതിന് ചില ആക്സിഡൻ്റ് ഉണ്ടാവുക, അങ്ങനെ ഉള്ളത്, വിൽപ്പന ശരിയാവാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചില ലിറ്റിഗേഷൻസ് വരിക, ഇതൊക്കെയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. എങ്കിലും ഈ രക്തസമ്മർദ്ദം ഒക്കെയുള്ള അങ്ങനെയുള്ള രോഗമുള്ളവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പൊതുവെ കൂടാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ കുറച്ചൊരു അശാന്തി ഉണ്ടാകാം. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള വാക്ക് കൊണ്ട് ഉണ്ടാകാവുന്ന സംഘർഷങ്ങൾ കുടുംബാംഗങ്ങളിൽ പരസ്പരം ഉണ്ടാവുകയും അതുകൊണ്ട് ഒരു അശാന്തി പൊതുവെ കുടുംബത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുക, ഭദ്രകാളി സ്തവം ജപിക്കുക, ഭദ്രകാളിയുടെ ഇഷ്ട കീർത്തനങ്ങൾ നിത്യേന ജപിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയും നല്ല ഫലം അവർക്ക് ഉണ്ടാവും. അതുപോലെ ശനിയും 4-ാം ഭാവത്തിൽ ശനി ആയതുകൊണ്ട് ശനിയുടെ സ്തോത്രം ജപിക്കുകയോ, നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേകമായ വഴിപാടുകൾ നടത്തുകയും ഒക്കെയും നല്ലതാണ്. ശനി അങ്ങനെയുള്ള സ്ഥലമില്ലാത്ത ശിവക്ഷേത്ര ദർശനവും ഇതിന് ഗുണഫലം ചെയ്യുന്നതാണ്.